ഹലോ വ്യൂവേഴ്സ്, ഇന്ന് 2 April. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഓപ്ഷൻ പെർഫോമൻസ് ആണ്. ഒരു 12 മണിക്ക് ശേഷം മാർക്കറ്റിൽ നല്ലൊരു അപ്പ് മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് നമ്മുടെ സോഫ്റ്റ് എങ്ങനെ പിക്ക് ചെയ്യുന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന സ്ട്രാറ്റജി. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ കൂടി കറക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാനും അതിന്റെ എക്സിറ്റ് ഉൾപ്പെടെ നമുക്ക് ഈ സോഫ്റ്റിൽ തന്നെ കാണിച്ചു തരും. അപ്പൊ ഇത് എല്ലാ ഗോൾഡ് മാർക്കറ്റിലും ഈ ഒരു സോഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് കറക്റ്റ് എൻട്രി എങ്ങനെ എടുക്കാം, അതുപോലെ അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ ഈ ഒരു സ്ട്രാറ്റജി അറിയാനോ പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുതരാം. ഓപ്ഷന്റെ ചാർട്ടാണ് 22,400 കോൾ സൈഡ് വന്ന എൻട്രിയുടെ ആണ്. ഒരു 12 മണിക്ക് ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസിലൊക്കെ നല്ലൊരു അപ്സൈഡ് മൊമെന്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2:30 മണിയായി. ഇപ്പോഴും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആണ്. ഈ ഒരു ട്രേഡിൽ നമുക്ക് 230 പോയിന്റുള്ള മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അതായത് 234 റേഞ്ചിൽ നിന്ന് ഇപ്പം മാർക്കറ്റ് റൺ ചെയ്യുന്നത് 470 നിൽക്കുകയാണ്. കൺഫേം എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നൽ വന്ന് താഴത്തെ ബാറും പ്രൈസോടാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ആ ടൈമിൽ താഴത്തെ ബാർ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസിന് എടുത്ത് വരുന്ന ട്രേഡുകൾക്ക് നമുക്ക് താഴത്തെ ബാറിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവിടെ റെസിസ്റ്റൻസിന് എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആക്ച്വൽ എൻട്രി ഇവിടെ നിന്നായിരുന്നേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുത്താൽ മതിയായിരുന്നു. അവിടെ നിന്നാണ് അത്രയും മാർക്കറ്റ് കയറി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുവാണ്. ഇനി നമുക്കൊരു റീ എൻട്രി ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ വൺ സൈഡ് മാർക്കറ്റിൽ നമുക്ക് റീ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന റീ എൻട്രി നിങ്ങൾ നോക്കേണ്ട ഈ റെസിസ്റ്റൻസ് ഇല്ല, റെഡ് സ്റ്റാർ, അതിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമുക്ക് റീ എൻട്രി എടുക്കാവുന്നതാണ്.